സിനിമാ തിയേറ്ററിനുള്ളിലെ വലിയ സ്ക്രീനിലെ ആക്ഷൻ ഹീറോ വിജയകാന്ത് ഒരു കാലത്ത് തമിഴക രാഷ്ട്രീയത്തിലെ നിർണായക ശക്തി കൂടിയായിരുന്നു. അണ്ണാ DMK നേതാവ് ജയലളിതയ്ക്കും DMK അധ്യക്ഷൻ കരുണാനിധിക്കും വെല്ലുവിളി ഉയർത്താൻ പോലും ക്യാപ്റ്റൻ എന്ന് വിളിപ്പേരുള്ള വിജയകാന്തിനായി. DMDK എന്നറിയപ്പെടുന്ന ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം പാർട്ടിയുടെ രൂപീകരണം മുതലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയകാന്ത് കൊടുങ്കാറ്റായി മാറിയത്. തമിഴ് രാഷ്ട്രീയം വാഴുന്ന DMKയെയും അണ്ണാ DMKയെയും അദ്ദേഹം ഒരുപോലെ വിറപ്പിച്ചു. എന്നാൽ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ DMKയുമായി കൈകോർത്തതോടെ വിജയകാന്തിന്റെ പ്രഭ മങ്ങിത്തുടങ്ങി. രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തുകൊണ്ട് DMKയെയും അണ്ണാ DMKയെയും വിജയകാന്ത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8.38% വോട്ട് DMK നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 10.3% ഉയർത്താനും വിജയകാന്തിന് സാധിച്ചു. പ്രബലരായ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും വിജയകാന്ത് ശരിക്കും തലവേദനയായി. 2006 2009 വിജയിക്കാനാകാതെ പോയതിന് അണ്ണാ DMK പഴിച്ചത് DMDKയെ ആയിരുന്നു. ഇതാണ് രാഷ്ട്രീയ വൈരത്തിനിടയിലും DMDKയോട് ചങ്ങാത്തം കൂടാൻ 2011 ജയലളിതയെ പ്രേരിപ്പിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ DMDK നിർണായക ശക്തിയെന്ന് തെളിയിക്കാൻ വിജയകാന്തിനായി. അണ്ണാ DMK സഖ്യത്തിൽ 40 ഇടത്ത് മത്സരിച്ച പാർട്ടി 29 ഇടത്ത് വിജയിച്ചു. അങ്ങനെ 2011 DMKയെ കടപുഴക്കി ജയലളിത അധികാരം പിടിച്ചു. DMDK MLAമാർ വിവിധ വിഷയങ്ങൾ നിയമസഭയിൽ ഉയർത്തിയതോടെ ജയലളിതയും വിജയകാന്തും തമ്മിലുള്ള സഖ്യം പൊളിഞ്ഞു. പിന്നീടങ്ങോട്ട് തമിഴ് രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത് DMDKയും അണ്ണാ DMKയും തമ്മിലുള്ള രൂക്ഷമായ വാക്പോരിന്. പലപ്പോഴും അത് മുഖ്യമന്ത്രി ജയലളിതയും പ്രതിപക്ഷ നേതാവ് വിജയകാന്തും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറി. ഒരിക്കൽ തന്റെ വാദം ഉന്നയിക്കാൻ വിരൽ ഉയർത്തിയ വിജയകാന്തിന് നേർക്ക് ജയലളിത പൊട്ടിത്തെറിച്ചു. തന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത കാലത്ത് വിജയകാന്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണ് ജയലളിതയെ പ്രകോപിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് DMDKയെ തകർക്കാൻ ലക്ഷ്യമിട്ട് അണ്ണാ DMK നീക്കങ്ങൾ ആരംഭിച്ചു. പിന്നാലെ വിജയകാന്തിന്റെ ചേരിയിൽ നിന്ന് 8 MLAമാർ സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു. ഭാര്യ സഹോദരൻ സുധീഷിനെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വിജയകാന്ത് ആവശ്യപ്പെട്ടപ്പോൾ കരുണാനിധിയുടെ മകൾ കനിമൊഴി ജയിക്കുമെന്ന് അറിഞ്ഞിട്ടും ജയലളിത സുധീഷിന്റെ പരാജയം ഉറപ്പാക്കി. അത്രത്തോളം പക ജയലളിതയ്ക്ക് വിജയകാന്തിനോടുണ്ടായിരുന്നു. ഒരു സമയത്ത് 40-ലധികം അപകീർത്തി കേസുകൾ അണ്ണാ DMK സർക്കാർ വിജയകാന്തിന് മേൽ ചുമത്തി. പിന്നീട് ഈ കേസുകൾ സുപ്രീം കോടതി റദ്ദാക്കി. 2016 DMKയുമായുള്ള ധാരണയിൽ നിന്ന് വിജയകാന്ത് പിന്മാറി. ശേഷം 6 പാർട്ടികളെ ഉൾപ്പെടുത്തി സ്വന്തം മുന്നണിയുണ്ടാക്കി. 2015 മുതൽ വിജയകാന്തിനെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടി തുടങ്ങി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തികച്ചും ദുർബലനായിട്ടാണ് പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹം മദ്യപിച്ചുവെന്ന് ചിലർ തെറ്റിദ്ധരിച്ചു. കുറച്ചുപേർ കോമാളിയെന്ന് പരിഹസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തിടത്തോളം വിജയകാന്തിന്റെ ആരോഗ്യം മോശമായിരുന്നു. 2016 തിരഞ്ഞെടുപ്പിൽ വിജയകാന്തിന്റെ മുന്നണിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ലെന്ന് മാത്രമല്ല, കഷ്ടിച്ച 6% വോട്ടാണ് കിട്ടിയത്. 2014 19 ലോക്സഭാ പോരിൽ BJP വിജയകാന്തിനെ പിന്തുണച്ചെങ്കിലും DMDKയുടെ വോട്ട് ശതമാനം യഥാക്രമം 2.1% വീണു. അനാരോഗ്യം മൂലം വിജയകാന്ത് സജീവമല്ലാതായതോടെ ഭാര്യ പ്രേമലതയും അവരുടെ സഹോദരൻ സുധീഷും പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് വിജയകാന്ത് ആരാധകരെ നിരാശയിലാഴ്ത്തി. എക്സ്പ്ലെയിനർ ഡെസ്ക്, യു ടോക്ക്.